സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് ഫാറൂഖ് കോളേജ് സ്വദേശിയായ 12-കാരനാണ് രോഗം ബാധിച്ചത്. കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. ഫാറൂഖ് കോളേജ് അച്ചൻകുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് 12-കാരന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ഫാറൂഖ് കോളേജ് അച്ചൻകുളത്തിനടുത്തുനിന്ന് മുഹമ്മദ് ഷംസീർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് വീണ്ടും അപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഫാറൂഖ് കോളേജ് സ്വദേശിയായ 12-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഈ ഫാറൂഖ് കോളേജിലെ അച്ചംകുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ആ കുളത്തിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പനിയും ജലദോഷവും തലവേദനയുമെല്ലാം ഈ കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് കണ്ടു തുടങ്ങിയത്. ഈ ലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഉടനെ തന്നെ ഈ കുളം രാമനാട്ടുകര മുനിസിപ്പാലിറ്റി അടച്ചിരുന്നു. ഇത് ഒരുപാട് പേർ സ്ഥിരമായി വന്ന് കുളിക്കുന്ന കുളമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവധി ദിവസങ്ങളിൽ കൂടുതൽ പേർ വന്ന് കുളിക്കുന്ന കുളം കൂടിയാണ്. ഇപ്പോൾ പ്രദേശവാസികൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രദേശത്ത് ഒരുപാട് പേർ വന്ന് കുളിക്കുന്ന കുളമാണോ ഇത്? ധാരാളം പേര് വന്ന് കുളിക്കുന്ന കുളമാണ്. ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ, കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വന്ന് കുളിക്കുന്ന കുളമാണിത്. അങ്ങനെ കുളിക്കാനുള്ള പ്രത്യേക ഒരു കാരണം, ഇതിലുള്ള ഈ നമ്മളെ കിണർവെള്ളം പോലെ അതിന്റെ ശുദ്ധിയാണ്. ഇതിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് പെയ്യുന്നു, ഉറവജലം മാത്രമേ ഉള്ളൂ. മറ്റൊരു തുള്ളി വെള്ളം പോലും അഴുക്ക് ജലം ഇതിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ആ പരിശുദ്ധത കൊണ്ടാണ് ധാരാളം പേര് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കുളിക്കുന്നത്. ഇപ്പം വടകര, നാദാപുരം, ഇപ്പൊ ഈ അമീബിക്ക് ജ്വരം ഉണ്ടായപ്പോൾ തന്നെ പലരും ഇവിടുത്തെ ഹെൽത്ത് സെന്റർ ഡോക്ടറെ വിളിച്ചു ചോദിക്കുന്നത് നാദാപുരം, വടകര, കല്ലായി, പരപ്പനങ്ങാടി അവരൊക്കെ വന്ന് കുളിച്ചതാണ്. അപ്പൊ അവരാണ് കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ കുളി ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്? ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ നമ്മുടെ രാനാട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ ബന്ധപ്പെടുകയും അവർ വന്ന് ഇത് ക്ലോറിനേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. ക്ലോറിനേറ്റ് ചെയ്തു. പിന്നെ തന്നെ ഈ ബോർഡ് വെച്ചു അടച്ചു. ഞങ്ങൾ അച്ചംകുളം റെസിഡൻസ് അസോസിയേഷനാണ് ഇതിന്റെ ഒരു പരിപാലനം നടത്തുന്നത്. ഞാൻ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറി തൊട്ടടുത്ത വീടാണ്. അപ്പൊ ഞങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ നിയന്ത്രണമൊക്കെ എടുത്താറ്. ഇത് കുളിക്കൊന്നും അല്ല, കുട്ടികൾ ചാടി കുളിച്ചിട്ട് ഒരു കുട്ടി ചാടി മറ്റേ കുട്ടി വീണ് ഒരു 4 വർഷം മുമ്പ് ആ കുട്ടി മരിച്ചു. ആ തരത്തിലാണ് കാര്യങ്ങളുള്ളത്. ഏതായാലും കുളം ഇപ്പോൾ അടച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ കെട്ടിക്കിടക്കുന്ന അല്പം ചൂടുള്ള വെള്ളത്തിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാവുക എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഈ കുളത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒഴുക്കുള്ള വെള്ളമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മഴ കുറഞ്ഞാൽ ഒഴുക്ക് നിലയ്ക്കാറുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. തീർച്ചയായും ഒഴുക്കില്ലാത്ത സമയത്താണ് ഈ ഇപ്പോൾ രോഗം ബാധിച്ച കുട്ടി കുളിച്ചത് എന്നും പ്രദേശവാസികൾ പറയുകയാണ്. ഏതായാലും കുളം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. കുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 6 ആഴ്ചക്കിടെ കേരളത്തിൽ സ്ഥിരീകരിക്കുന്ന 2ാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വര കേസ് കൂടിയാണിത്. മൂന്നാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വര കേസ് കൂടിയാണ് ഇപ്പോഴത്തേത്. നേരത്തെ രോഗം സ്ഥിരീകരിച്ച 2 കുട്ടികളും മരിച്ചിരുന്നു. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.